ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രീഷ്മാസ് ഹെവൻ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ചെറിയൊരു എംബ്രോയിഡറി ഡിസൈനൊക്കെ ആയിട്ടാണ്. അപ്പോൾ കാണിച്ചു തരാം. ചെറിയൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ ഡിസൈൻ. ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ഇത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നോക്കാം. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വർക്ക് ചെയ്യാൻ പോണത്. അതിനു വേണ്ടി ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ കളർ നൂലെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ട്യൂബ് ബീഡ്സ് ആണ് ഇതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതുപോലെ തന്നെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് കത്രിക, ചെറിയൊരു സൂചി. ഇത്രയും കാര്യങ്ങളാണ് ഇത് എടുത്തിട്ടുള്ളത്. തയ്ക്കാനുള്ള തുണീനെ 4 മടക്കിയിട്ടിട്ട് ഇത് കഴുത്തൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്യാനുള്ള ഭാഗം ഒന്ന് അടയാളപ്പെടുത്തണം. നടുഭാഗം അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് എവിടെ വേണ്ടതെന്ന് വെച്ചിട്ട് വരഞ്ഞു കൊടുക്കുക. ഇതാണ് ഫ്രെയിം. അത് നല്ല ചെറിയതാണ് കേട്ടോ. ഇതിന്റെ വലിപ്പമുള്ളതൊക്കെ കിട്ടും. എൻ്റെ കയ്യിലത് ചെറുതാണ്. ഞാൻ ഇതിന്റെ വലുത് വാങ്ങിയിട്ടില്ല. അത് അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ നമുക്ക് എല്ലാ സൈസിലുള്ളത് കയ്യിലുണ്ടെങ്കിൽ സുഖമാണ്. ഇതിന്റെ കുറച്ചുകൂടി വലുതൊക്കെ ഉണ്ടെങ്കിൽ നല്ല വലിയ വർക്ക് ചെയ്ത്. ഇപ്പൊ ചെറുതായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് എടുത്തു എല്ലാവർക്കും അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് അടിയിൽ വെച്ചിട്ട് നമ്മൾ ഈ ഉള്ളത്തെ ഭാഗം ഉണ്ടല്ലോ, അത് അതിന് അടിയിൽ വെക്കണം. ഇത് തുണി വെച്ചതിൽ കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിവൊക്കെ അങ്ങോട്ട് തോന്നും. അത് സാരില്ല, അതൊന്നും കാര്യക്കേണ്ട ആവശ്യമില്ല. വെച്ച് കഴിഞ്ഞൊരു വലിവ് നമ്മൾ വരച്ചത് കുറച്ച് വ്യത്യാസമൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ അത് നമ്മൾ ഈ തുണി ഇതിലിട്ട് ടൈറ്റാക്കിയ കാരണമാണ്. ഒന്ന് ചെയ്യാൻ തുടങ്ങാം. ആരി നീഡിലാണിത്, ആരി വർക്കിന്റെ നീഡില്. അത് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷെ ഇതിപ്പോ ഞാൻ എളുപ്പത്തിന് ചെയ്യാൻ കാണിക്കുന്നതുകൊണ്ട് ഇത് വെച്ച് ചെയ്യില്ല. സാധാ സൂചി വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മളിതിന്റെ ഔട്ട്ലൈനായിട്ട് ബീഡ് വർക്കാണ് ചെയ്യണത്. അതിന്റെ ഉള്ളിലാണ് നമ്മൾ ത്രെഡ് വർക്ക് ചെയ്യുന്നത്. ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഔട്ട്ലൈനായിട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം. ട്യൂബ് ബീഡ്സ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാം. നമ്മൾ സൂചിയില് നൂലൊക്കെ കോർത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് താഴ്ഭാഗത്ത് നിന്ന് അടിയിൽ നിന്ന് എടുക്കുക. ഇതൊരു ബീഡ്സ് ആയിട്ട് ടൈറ്റാക്കിയിട്ട് ആ ഭാഗത്ത് നിന്ന് തന്നെ കുത്തിയെടുക്കുക.
നമ്മുടെ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ ഔട്ട്ലൈൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യണത് കേട്ടോ. തുടങ്ങാം. നമുക്ക് സൂചിയിൽ നമ്മൾ നൂല് കോർത്തിട്ടുണ്ട്. സൂചി താഴെ നിന്ന് എടുക്കുക. നമ്മൾ ഈ കുത്തിയെടുത്ത നൂല് കൊണ്ടാണ് കേട്ടോ. സൂചിയുള്ള നൂലല്ല. നമ്മൾ ഈ കുത്തിയെടുത്ത നൂല് കൊണ്ട് 4 3 2 എത്ര പ്രാവശ്യം വേണമെങ്കിൽ ചുറ്റിയിട്ട് താഴേക്ക് തന്നെ എടുക്കുക. ഇങ്ങനെ വലിച്ചെടുക്കുക. ലാസ്റ്റ് എത്താറാകുമ്പോൾ ഇവിടെ ഒന്ന് പിടിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മളിത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മളിതിന് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഈ കളർ ആദ്യം എടുത്ത കാരണമാണ് ഇതെല്ലാം വിട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഇത്രയും കളർ കൊണ്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് എടുത്തത് ഇങ്ങനെ ഇടയിൽ ചെയ്യണത്. അടുപ്പിച്ച് ചെയ്യാത്തത് വേറെ കളർ കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ കളറും വെച്ചിട്ട് ചെയ്യുക. ഇതേപോലെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത്ര വരെ എത്തിയിട്ടുണ്ട്. 4 കളർ ഇപ്പൊ യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെറിയ ബീഡ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഒന്നും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ബീഡ് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എംബ്രോയ്ഡറി നൂല് കൊണ്ട് ബാക്കിയുള്ള കളേഴ്സൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബീഡാണ് ചെയ്യണത്. അപ്പോൾ ബീഡ് വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് വീണ്ടും ത്രെഡ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കാണിക്കുന്നതുകൊണ്ട് കുറച്ചേ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൗകര്യം പോലെ പിന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും.
ഇത്രയും ആയിട്ടുണ്ട്. നമ്മൾ ദൂരെയാണ് കേട്ടോ. ഇത് ഇത്ര ചെയ്യണുള്ളൂ. ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. പക്ഷെ കുറെ നേരം എടുക്കുന്നുള്ളതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് ഇത് ബാക്കിയുള്ള സമയത്തൊക്കെ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ എന്നിട്ട് ഫില്ല് ചെയ്യാം. ബാക്കിയുള്ള ഭാഗം കൂടി ചെയ്യാം. നമ്മുടെ ഡ്രസ്സിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. ഫ്രഞ്ച് നോട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് തന്നെ വേറെയും ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇത് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സാണ്. ക്യൂബേഡ്സ്, ഫ്രഞ്ച് നോട്ട്, പിന്നെ സാധാ ബീഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ലൊരു വർക്കാണിത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ചെയ്തതാണിത്. നടുവിലൊരു ബീഡ് വെച്ചിട്ട് അതിന്റെ ചുറ്റോറം ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടൊരു പൂവ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടാണ്. ഇത് സിനിമാ നടി ഭാവനയുടെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതുപോലെ ചെയ്തതാണ് കേട്ടോ. അപ്പൊ പിന്നെ വേറെ ഡ്രസ്സും കൂടി ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ. അപ്പൊ ഇന്നത്തെ വർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണച്ചാൽ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്ത് നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ ഇതിലേക്ക് മൾട്ടിപ്പിൾ കളറൊക്കെ ആയിട്ടുള്ള ഷാളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇട്ടാൽ നല്ല രസമായിട്ടിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു എംബ്രോയിഡറി വർക്കായിരുന്നു ഇന്ന് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാരും ചെയ്ത് നോക്കണം. അപ്പോൾ വേറെ വർക്കൊക്കെ ആയിട്ട് ചെയ്യാം. വേറെ ഡിസൈനിലൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ഇത് ചെയ്തതാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.